ഗൈസ് ഇന്ന് ഞാനൊരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പോവുകയാണ്. അത് QDR എന്താണെന്ന് അറിയണം. QDR എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബെയറിംഗ് ഫ്രം ദ സ്റ്റേഷൻ. അത് നമുക്ക് തന്നിരിക്കുന്നത് 075 ഡിഗ്രിയാണ്. മാഗ്നറ്റിക് ഹെഡിംഗ് തന്നിരിക്കുന്നത് 295 ഡിഗ്രിയാണ്. പിന്നെ റിലേറ്റീവ് ബെയറിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊന്ന് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. മാഗ്നറ്റിക് ബെയറിംഗ് ഫ്രം ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ എയർക്രാഫ്റ്റിലേക്കുള്ള മാഗ്നറ്റിക് ബെയറിംഗ് ആണ് 075 ഡിഗ്രി എന്ന് വെച്ചാൽ ഇത് സപ്പോസ് ഇത് സ്റ്റേഷൻ ആണെങ്കിൽ ഫ്രം ദ സ്റ്റേഷൻ മാഗ്നറ്റിക് ബെയറിംഗ് 075 അതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മൾ പ്ലെയിൻ നിൽക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പ്ലെയിൻ. ഓക്കെ, ഇതാണ് സ്റ്റേഷൻ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ QDR എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബെയറിംഗ് ഫ്രം ദ സ്റ്റേഷൻ 075 ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മാഗ്നറ്റിക് ബെയറിംഗ് നമ്മുടെ പ്ലെയിൻ എവിടെയാണെന്നാണ് പറയുന്നത്. സപ്പോസ് ഇതാണ് സ്റ്റേഷൻ എങ്കിൽ നമ്മൾ ഈ പ്രൊട്രാക്ടർ വെച്ച് നോക്കുമ്പോൾ 075 ഉണ്ട്, 070 ഇവിടെയാണ് നമ്മുടെ പ്ലെയിൻ ഇരിക്കുന്നത്. ഓക്കെ, യൂഷ്വലി ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതാണ് QDR. ഇതിനെ നമുക്കൊന്ന് QDM ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം QDM എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബെയറിംഗ് ടു ദ സ്റ്റേഷൻ ആണ്. ഇപ്പോൾ ഈ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്ലെയിൻ എവിടെയായിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ബെയറിംഗ് QDM എന്ന് പറയുന്നത് QDRന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് 075 QDM ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 075 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി ആക്കി കഴിയുമ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 075 പ്ലസ് 180 255 ഡിഗ്രി. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ പ്ലെയിനെ ഇവിടെ വെച്ച് കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ട് നോക്കിയാൽ 255 ഡിഗ്രി ആണ് വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് 180 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് റിലേറ്റീവ് ബെയറിംഗ് എന്താണെന്ന്. മാഗ്നറ്റിക് ഹെഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ്റെ ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഹെഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൽ 295 അല്ലേ, ഇപ്പോൾ നമ്മൾ ഇതാണ് പ്ലെയിൻ എന്ന് വെച്ചേക്കാം. അപ്പം 295 എന്ന് പറയുന്നത് 290 295. അപ്പോൾ നമ്മുടെ പ്ലെയിന് ഡയറക്ഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് 295 ഡിഗ്രി. ഓക്കെ, നമ്മുടെ മാഗ്നറ്റിക് QDM 255 ഡിഗ്രി. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. 255 ഡിഗ്രി പ്ലെയിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 255 ഡിഗ്രി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 255 ഡിഗ്രി. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ സ്റ്റേഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 360 090 180 ആൻഡ് ദെൻ 270. ഓക്കെ എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. ഞാനൊന്ന് വരച്ചേക്കാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ റിലേറ്റീവ് ബെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോസ്, പ്ലെയിൻ്റെ നോസിൻ്റെ നോസ് ഓഫ് ദി എയർക്രാഫ്റ്റ്, ഇതാണ് നോസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഏത് ആംഗിളിലാണ് ഈ സ്റ്റേഷൻ ഇരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വെരി സിമ്പിളാണ്. ഇത് നമുക്കറിയാം 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് അറിയണമെങ്കിൽ 360 മൈനസ് 295. അപ്പോൾ എത്രയായി? 360 മൈനസ് 295 65 ഡിഗ്രീസ്. അപ്പോൾ 65 ഡിഗ്രീസ് ആണ് ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ്. ഇതറിയാലോ, ഇത് 090 ആണ്, ഇതും 090 ആണ്. റൈറ്റ് ആംഗിൾ അല്ലേ, അപ്പം 090. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ആംഗിളാണ്. നമുക്കറിയാം ഇത് 180 ഡിഗ്രി ആണെന്ന്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റേഷൻ്റെ QDM എന്ന് പറയുന്നത് 255 ആണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 255 മൈനസ് 180 ചെയ്യുമ്പോൾ 255 മൈനസ് 180 75 ഡിഗ്രീസ്. അതാണ് ഈ ആംഗിൾ. അപ്പോൾ എന്താ ചെയ്തെല്ലാം പ്ലസ് ചെയ്യാം. 65 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് 75 320 ഡിഗ്രീസ്. അപ്പം 320 ഡിഗ്രീസ് ആണ് നമ്മുടെ നോസ് നിന്ന് ഈ സ്റ്റേഷനിലേക്കുള്ള ആംഗിൾ. ഓക്കെ, അപ്പോൾ അതാണ് അത് ചോദിക്കുന്നത് റിലേറ്റീവ് ബെയറിംഗ്. അതാണ് ഇതിൻ്റെ ആൻസർ 320 ഡിഗ്രീസ്.